ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഷിപ്പിലെ ഏറ്റവും മുകളിലെ ഡെക്കിലെ മസ്റ്റർ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ എന്താണ് ഈ മസ്റ്റർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടാകുമ്പോൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് ഈ മസ്റ്റർ സ്റ്റേഷൻ. ഈ കാണുന്നതാണ് കപ്പലിൻ്റെ ബ്രിഡ്ജ്, അതായത് കപ്പലിൻ്റെ മസ്തിഷ്കം എന്നു തന്നെ ഇതിനെ പറയാം. റഡാർ സ്ക്രീനുകൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ, കൺട്രോൾ പാനലുകൾ എല്ലാം ചേർന്ന് കപ്പലിനെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുന്ന ഒരു റൂമിനെ പറ്റി പറയുന്ന പേരാണ് ഈ ബ്രിഡ്ജ് എന്ന്. പുറത്ത് ശാന്തമായി തോന്നുന്ന കടലിനുള്ളിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന വെല്ലുവിളികളെ കണ്ടെത്താൻ ഈ സംവിധാനങ്ങളെല്ലാം കപ്പലിനെ സഹായിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കണ്ട സമയത്ത് ഒരു സെക്കൻഡ് ഓഫീസറായിരുന്നു നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സാറ് നമ്മളോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ ബ്രിഡ്ജിൽ നിന്നും കാണുന്ന മുൻഭാഗത്തുള്ള വിശാലമായ കാഴ്ച. അതായത് കണ്ണെത്താ ദൂരത്തോളം നീളുന്ന സമുദ്രം, അതിൻ്റെ ശാന്തമായ തിരമാലകൾ. ഈ നിമിഷങ്ങളിൽ സമയം പോലും നിശ്ചലമായതുപോലെ നമുക്കൊക്കെ അനുഭവപ്പെടും. കപ്പലിൻ്റെ ഡെക്കിൽ കൃത്യമായി ഒതുക്കിയിട്ടിരിക്കുന്ന കയറുകളും മെഷീനുകളും ഓരോ യാത്രയും എത്ര കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് നമ്മയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കടലും കപ്പലും മനുഷ്യരും ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഈ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പേ തന്നെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ സൃഷ്ടിക്കുന്നു. ചില യാത്രകൾ അങ്ങനെയാണ്, എത്തുന്ന സ്ഥലത്തേക്കാൾ മനോഹരമാക്കുന്നത് യാത്ര തന്നെയായിരിക്കും. നീണ്ട കടൽ യാത്രയ്ക്ക് ഒടുവിൽ നാളെ അതിരാവിലെ തന്നെ ഞങ്ങൾ ലക്ഷദ്വീപിലെ ഒരു മനോഹരമായ ദ്വീപിൽ കാൽവയ്ക്കാൻ പോവുകയാണ്. ഇനിയും കുറച്ച് മണിക്കൂറുകൾ മാത്രം, അവസാനം ആ സ്വപ്നദ്വീപിൻ്റെ തീരം എൻ്റെ കണ്ണുകൾക്ക് മുൻപിൽ തെളിയും. ആ നിമിഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. ഇതുപോലെയുള്ള യാത്രയും അനുഭവങ്ങളും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയും ഒരുപാട് മനോഹര കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തിരിച്ചു വരാം.